ഹലോ, അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡോയിലി നോക്കിയാലോ. ഞാനിവിടെ ഒരു മൾട്ടി കളർ യാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ പ്രാവശ്യം. ഒരു നല്ല ഓഫ് വൈറ്റിൽ മിക്സായിട്ട് ഒരു ഓറഞ്ച് ഒക്കെ ഷെയ്ഡായിട്ടുള്ള ഒരു മൾട്ടി കളർ യാണാണ്, ബേബി സോഫ്റ്റിൻ്റെ യാണാണ്. അപ്പം നമുക്കൊരു ഡോയിലി ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. മെയിൻലി ഈ ഡോയിലി നമ്മൾ യെല്ലോ കം ഓറഞ്ചിൽ ചെയ്യുമ്പോഴാണ് നല്ല അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു പാറ്റേൺ ആണിത്. എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ടു, ദെൻ അത് മാജിക് റിംഗ് ആക്കി. എന്നിട്ട് മാജിക് റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. എത്രയാണ്? 18. ആദ്യം നമ്മൾ 3 ചെയിൻസ് ഇടുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് നമ്മൾ ആ 3 ചെയിൻസിനെ കണക്കാക്കുക. അതൊരു ഡബിൾ ക്രോഷ്യയാണ്. അപ്പം മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. 4, 5, 6, നമ്മൾ 18 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. 18 ഡബിൾ ക്രോഷ്യ ആ മാജിക് റിങ്ങിൽ ചെയ്യാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ആ മാജിക് റിങ്ങിൽ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഡോയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കാണാൻ. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ടൈപ്പ് ഡോയിലിയാണിത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ചെറിയതായിട്ട് നമ്മൾ കണക്കുകൾ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് മാറും. അപ്പം അന്ന് എണ്ണൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് നോക്കുക. അങ്ങനെ നമ്മളത് 18 ഡബിൾ ക്രോഷ്യ ചെയ്തു, ക്ലോസ് ചെയ്തു ആ റൗണ്ട് സ്ലിപ്പ് ഇട്ടിട്ട് 3rd ചെയിനിലേക്ക്. ഇനി ഫസ്റ്റ് സ്പേസിൽ 3 ചെയിൻ ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡിൽ 1 ഡബിൾ ക്രോഷ്യ, തേർഡിൽ 2 ഡബിൾ ക്രോഷ്യ. എന്നിട്ട് ഒരു ചെയിൻ ഇടുക. ആദ്യത്തിന് നമ്മൾ ആ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ, അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയിട്ട് അത് കണക്കാക്കുക. ഇനി അടുത്ത 4th നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 5th 1 ഡബിൾ ക്രോഷ്യ, 6th 2 ഡബിൾ ക്രോഷ്യ. ഒരു ചെയിൻ. അങ്ങനെ ഓരോ 3 വെച്ചിട്ടുള്ള ഓരോ പെയറായിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 6 പെയർ കിട്ടും. കണ്ടോ, 6 എണ്ണം കിട്ടി. ഇനി 3 ചെയിൻസ് ഇടുക, ഒരു ഡബിൾ ക്രോഷ്യം കൂടെ അതേ സെയിം സ്പേസിലിടുക. അടുത്ത മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതായത് 2 എൻഡ്സിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. സെൻറ്റർ സ്പേസിൽ ഒരെണ്ണം വീതം ചെയ്യുക. എന്നിട്ടൊരു ചെയിൻ ഇടുക. ഇനി അടുത്ത സ്പേസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. അങ്ങനെ ഓരോ സ്പേസിലും ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഡബിൾ ക്രോഷ്യ, പിന്നെ 2 ഡബിൾ ക്രോഷ്യ. 2 എൻഡിലും 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുൾ ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോണത്, ഇനി 2 ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെൻറ്ററിൽ വരുന്ന സ്പേസുകളിലുള്ള ചെയിൻസിലൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇതിലെല്ലാ സ്റ്റിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 9, 11, 13
ഇങ്ങനെ ഇരിക്കും. ഓഡ് നമ്പേഴ്സിലാണ് നമ്മൾ കാൽക്കുലേഷൻ വരുന്നത്. ഡിക്രീസ് ചെയ്ത് നമ്മളത് 3 എത്തുന്നവരെ നമ്മൾ ചെയ്യും. അപ്പം കണക്ക് നിങ്ങളത് കറക്റ്റ് അല്ലേ നോക്കി. ഏതെങ്കിലും 2 ഡബിൾ ക്രോഷ്യ 1 ഒക്കെ ആയിപ്പോയാൽ നമ്മൾ ചെയ്തതൊക്കെ മാറിപ്പോവും, ഷേപ്പ് മാറിപ്പോവും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, സെൻറ്ററിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു, ആ എൻഡിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ 2 ചെയിൻസ് ആട്ടോ ഇവിടെ ഇടുന്നത്. ഓക്കെ, അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ അതുപോലെ ചെയ്തെടുത്തു. ഇതൊരു ഹെക്സഗൺ സ്പേസ് ഷേപ്പിലാണ് വരുന്നത്. പിന്നെ അടുത്ത റൗണ്ടിലും 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 2 എൻഡിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. സെൻറ്ററിൽ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ 7 റൗണ്ട്സ് ചെയ്തെടുക്കുക. ആ ചെയിൻസ് നമ്മൾ ആ ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് 2 ഡബിൾ ക്രോഷ്യകൾ തമ്മിൽ വരുന്ന ചെയിൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. 2 ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ ഈ റൗണ്ടിൽ നമ്മൾ 3 ചെയിൻസ് ഇട്ടു. ആദ്യം 1, പിന്നെ 1, പിന്നെ 2, പിന്നെ 3. അത് റിപ്പീറ്റ് ചെയ്യുക. റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 എൻഡിലും 2 ഡബിൾ ക്രോഷ്യ, സെൻറ്ററിൽ 1 ഡബിൾ ക്രോഷ്യ. എല്ലാവരും ഈ പാറ്റേൺസൊക്കെ നമ്മൾ ചെയ്യണ പാറ്റേൺസൊക്കെ ഒന്ന് ഡോയിലീസും പ്ലേസ്മെൻറ്റ്സും ഒക്കെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിലെ ടേബിളിലൊക്കെ ഇടുക. അങ്ങനെ നമ്മൾ സെൻറ്ററിൽ ഡബിൾ ക്രോഷ്യേസൊക്കെ ചെയ്യാണ്. ഇനി 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 4 ചെയിൻസാണ് നമ്മളിവിടെ ഇട്ടത്. 5 ചെയിൻസ് ഇടുക. ഇനി അടുത്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. പിന്നെ എൻഡിൽ 2 ഡബിൾ ക്രോഷ്യ, 5 ചെയിൻസ് ഇടുക. അങ്ങനെ ഈ റൗണ്ട് ഫുൾ അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 1 double crochets, then 2 double crochet, 6 chains. ആ ചെയിൻസിൻ്റെ എണ്ണം കൂടും, ഡബിൾ ക്രോഷ്യ സെൻറ്ററിൽ വരുന്ന ക്രോഷ്യേൻ്റെ എണ്ണം കൂടും. ആ ഡോയിലിൻ്റെ സൈസ് വലുതാക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും. സെൻറ്ററിലുള്ള ഡബിൾ ക്രോഷ്യേസ് ചെയ്യാണ്. ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ അറിയാത്തവർ പറഞ്ഞ യാണിൽ നമ്മൾ ഹുക്കിലൂടെ യാണെടുത്തു. എന്നിട്ട് 3 എണ്ണം വരും. അതിൽ ആദ്യം 2 എണ്ണത്തിൽ കൂടി എടുക്കുക, പിന്നെ 2 എണ്ണത്തിൽ കൂടി എടുക്കുക. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളിത് ഡിക്രീസ് ചെയ്യാനാണ് പോകണം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എല്ലാ ചെയിൻസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ആ ഫസ്റ്റത്തെ സ്പേസിലും പിന്നെ വരുന്ന ആ എൻഡിലെ സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്തിരുന്നു. ഈ റൗണ്ടിൽ നമ്മൾ അങ്ങനെയല്ല, എല്ലാത്തിലും ഒരു ഡബിൾ ക്രോഷ്യ മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടോ? ഇത് നമ്മൾ ഡിക്രീസ് ചെയ്യാണ്. അപ്പം 2 സൈഡിൽ ഓരോന്ന് വീതം കുറച്ചു. 2, 3, 4, 5, 6, 7 ചെയിൻസ് ഇടുക. അടുത്തതിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് ഫുൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ, സിംഗിൾ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി
2 ഡബിൾ ക്രോഷ്യേസ് എന്ത് ചെയ്യുക, ടുഗെദറാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യാം. സെൻറ്ററിലൊക്കെ സെയിം ഓരോ ഡബിൾ ക്രോഷ്യ തന്നെ, 2 എൻഡിലും നമ്മൾ ഡബിൾ ക്രോഷ്യ കുറയ്ക്കുക. ആണോ, സെൻറ്ററിലൊക്കെ ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു HDC ചെയ്യുക, അടുത്ത ചെയിനിലിട്ടിട്ട് ഒരു HT, അങ്ങനെ 2 എണ്ണം കൂടെ ഒരെണ്ണാക്കി. ഇനി 2 ചെയിൻസ് ഇടുക. ഇനി ആ 7 ചെയിൻസ് ഇട്ടതിൻ്റെ സെൻറ്ററിൽ 3 വിട്ടിട്ട് സെൻറ്ററിൽ 4ാമത്തെ ചെയിനിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ വീതം 6 എണ്ണം ചെയ്തെടുക്കുക. 1 2 3 4 5 അങ്ങനെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തു. 2 ചെയിൻ ഇട്ടിട്ട് അടുത്ത ഡിക്രീസ് ചെയ്യാൻ പോണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, എന്നിട്ട് ഒറ്റൊന്നാക്കി. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യന് നമ്മൾ ഒറ്റ ഡബിൾ ക്രോഷ്യ ആക്കി. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റൗണ്ടിൽ നമ്മൾ ഡിക്രീസ് തന്നെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റും ആ ലാസ്റ്റും നമ്മൾ ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ഡിക്രീസ് ചെയ്യുക. സെൻറ്ററിൽ സെയിം ഓരോ ഡബിൾ ക്രോഷ്യ വീതം തന്നെ ചെയ്യുക. ഫസ്റ്റും ലാസ്റ്റും നമ്മൾ എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. ആദ്യം നമ്മൾ എന്താ ചെയ്ത് ഇൻക്രീസ് ചെയ്തില്ലേ, ഇനി നമ്മൾ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ റൗണ്ടിലും അങ്ങനെ ഡിക്രീസ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റിൽ നമ്മൾ വീണ്ടും ഡിക്രീസ്, 2 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. അടുത്തതിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇതാ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. ഇനി നമ്മൾ ഒരു ചെയിൻ ഇട്ട സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ. അങ്ങനെ ഓരോ സ്പേസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. കഴിഞ്ഞ ഒരു ചെയിൻ ഇടുക, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. അങ്ങനെ നമ്മൾ ഓരോ ചെയിൻ സ്പേസിലും ചെയ്തെടുക്കുക. എന്നിട്ട് 2 ചെയിൻസ് ഇടുക. വീണ്ടും ഡിക്രീസ്, സെയിം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ റൗണ്ട് ഫുള്ള് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഡിക്രീസ്, 2 DC ടുഗദർ ചെയ്യുക, ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, 2 DC ടുഗദർ എൻഡിലും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. കണ്ടോ, റൗണ്ട് ആ സ്പേസിലൊക്കെ നമ്മളത് സെയിം ചെയ്ത് ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വീണ്ടും ഡിക്രീസ് തന്നെയാണ്. 2 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക, ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, ദെൻ ലാസ്റ്റിലും ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. ആ സെൻറ്റർ സ്പേസിലൊക്കെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുകയാണ്. One double crochet, 1 double crochet, 1 double crochet, double crochet together. ഇനി ചെയിൻ 2. ഇനി ആ ഡബിൾ ക്രോഷ്യ ചെയ്ത സ്ഥലത്ത് ഓരോ ഡബിൾ ക്രോഷ്യയിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യയിൽ 2 എണ്ണം, പിന്നത്തെ ഡബിൾ ക്രോഷ്യയിൽ 2 എണ്ണം, പിന്നെ ഒരു ചെയിൻ ഇടുക. അടുത്തതിൽ സ്പേസിൽ അതേപോലെ
ഓരോ 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തല്ലോ, അതിൽ ഓരോ ഡബിൾ ക്രോഷ്യയിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, ആ ഡിക്രീസിൻ്റെ സ്ഥലത്തൊക്കെ ഡിക്രീസും നമ്മൾ പിന്നെ സെൻട്രൽ ചെയ്ത് വരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആദ്യം നമ്മൾ 1 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ ഇട്ടു, പിന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ആ 2ൻ്റെ മേലെ 2 2, അങ്ങനെ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ്, ദെൻ ഡബിൾ ക്രോഷ്യ. ഡിക്രീസ് ഉദ്ദേശിച്ച് നമ്മൾ 2 ഡബിൾ ക്രോഷ്യനെ സിംഗിൾ ഡബിൾ ക്രോഷ്യ ആക്കുക. 2 ഡബിൾ ക്രോഷ്യനെ സിംഗിൾ ആക്കി, പിന്നെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഡബിൾ ക്രോഷ്യ ടുഗെദർ, ചെയിൻ 2. ഇനി ആ ഡബിൾ ക്രോഷ്യയിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓരോ ചെയിനിലും ഡബിൾ ക്രോഷ്യസ് മാത്രം. 4 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ. ഓരോ ഡബിൾ ക്രോഷ്യയിലും ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. നമ്മൾ ഇൻക്രീസോ ഡിക്രീസോ ഒന്നും ചെയ്യുന്നില്ല. സെയിം അതേപോലെ ചെയ്ത ഡബിൾ ക്രോഷ്യകളിലൊക്കെ ഡബിൾ ക്രോഷ്യസ് മാത്രം ചെയ്യാം. ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഡിക്രീസിൻ്റെ സ്ഥലത്ത് ഡിക്രീസ് ചെയ്യുക, മറ്റേ സ്ഥലത്ത് നമ്മൾ ഡബിൾ ക്രോഷ്യസ് 4 ചെയ്ത സ്ഥലത്ത് 4 ഡബിൾ ക്രോഷ്യസ് തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നതാണ്. വീണ്ടും ഡിക്രീസാണ്. 2 ഡബിൾ ക്രോഷ്യ ടുഗെദർ, ഡബിൾ ക്രോഷ്യസ്, ദെൻ 2 ഡബിൾ ക്രോഷ്യ ടുഗെദർ. നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യയും ചെയ്തെടുത്തു. ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ടുഗെദർ. നമ്മളെ ഡബിൾ ക്രോഷ്യസിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആ ഡബിൾ ക്രോഷ്യയിൽ 2 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ. അടുത്ത സ്പേസിലും നമ്മൾ ഇതേപോലെ തന്നെ 2 അതിനെ ഭാഗിക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക ആദ്യത്തെ 2 എന്നിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഡിക്രീസിൻ്റെ സ്ഥലത്ത് ഡിക്രീസ് ചെയ്യുക. ഈ പാറ്റേണിൻ്റെ ഏരിയ ആകുമ്പോൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷ്യ ഉള്ളത് ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് നമ്മളതുപോലെ ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും ഡിക്രീസ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഡിക്രീസ് ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്ത് സ്ലിപ്പിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഡിക്രീസ് ചെയ്യാം. ആദ്യത്തെ 2 2 ഡബിൾ ക്രോഷ്യ ടുഗെദർ ആക്കിയിട്ട് അതൊരു സിംഗിൾ ഡബിൾ ക്രോഷ്യ ആക്കി. നമ്മൾ പിന്നെ സെൻറ്ററിൽ ഡബിൾ ക്രോഷ്യസ് ചെയ്തു. ദെൻ ഡബിൾ ക്രോഷ്യ ടുഗെദർ ചെയ്യാം. ചെയ്തെടുത്തു. ഇനി 2 ചെയിൻസ് ഇടുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഡബിൾ ക്രോഷ്യ ഇല്ലേ, അതിൽ അതേപോലെ തന്നെ ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഒരു ചെയിൻ ഇട്ടുണ്ടായിരുന്നു. ഇനി ഈ റൗണ്ടിൽ നമ്മൾ 2 ചെയിൻസ് ഇട്ടു. ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. അടുത്ത സ്പേസിൽ ഒരു ചെയിൻ. നെക്സ്റ്റ് സ്പേസിൽ ഡബിൾ ക്രോഷ്യ 2 ചെയിൻ, ദെൻ ഡബിൾ ക്രോഷ്യ 1 ചെയിൻ. അങ്ങനെ ഈ റൗണ്ട് ഫുൾ നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ ഇതിൽ നമുക്കിപ്പോൾ 3 ഡബിൾ ക്രോഷ്യേഴ്സ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ 3 ഡബിൾ ക്രോഷ്യനോട് നമ്മൾ ഒറ്റ ഡബിൾ ക്രോഷ്യ ആക്കുക.
സിംഗിൾ ഡബിൾ ക്രോഷ്യ ആക്കിയിട്ട് 3DC ടുഗദർ ചെയ്യുക. 3DCയിൽ 3DC ടുഗദർ ചെയ്തു. എന്നിട്ട് 2 ചെയിൻസ് ഇട്ടു. 3DC ടുഗദർ ചെയ്യുക, ദെൻ 2 ചെയിൻ ചെയ്യുക. DC ടുഗദർ ചെയ്തു, അതോ കണ്ടോ. ഇനി 2 ചെയിൻസ് ഇടുക. ഇത് ഫസ്റ്റ് കാണുന്ന സ്പേസിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ആ 2 ചെയിൻ്റെ സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 8 ഡബിൾ ക്രോഷ്യ ആ ഒരു സെയിം സ്പേസിൽ തന്നെ 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. 1 2 3 4 5 6 7 8 8 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ അടുത്ത സ്പേസിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ് ഈ ഡോയിലിൻ്റെ. ഇനി അടുത്ത സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ, ദെൻ നെക്സ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ചെയ്ത് എന്നിട്ട് അങ്ങനെ ഓരോ സ്പേസിലും നമ്മൾ ചെയ്തെടുക്കുക സിംഗിൾ ക്രോഷ്യ. അടുത്ത റൗണ്ടിൽ അടുത്ത സ്പേസിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ നമ്മളവിടെ വരെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ലാസ്റ്റിൽ നമ്മൾ 8 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ ഇടുക, ദെൻ 3 ഡബിൾ ക്രോഷ്യയും കൂടെ ടുഗദർ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ഒന്നാക്കുക. 3DC ടുഗദർ ചെയ്തു, ചെയിൻ 2, ദെൻ സിംഗിൾ ക്രോഷ്യ ഒരു എസ് ചെയ്യുക അവിടെ. ഇനി നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻസ് ഇട്ടു. നമ്മൾ ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക, ദെൻ 2 ചെയിൻ, ദെൻ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഡോയിലിൻ്റെ ഫൈനൽ റൗണ്ടിൽ നമ്മൾ എത്തി. അങ്ങനെ ഓരോ സ്പേസിലും നമ്മൾ ചെയ്തെടുത്ത് അവസാനം നമ്മൾ ഡോയിൽ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഡോയിലിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, മൾട്ടി കളറിൽ രസമുണ്ട്, എങ്കിലും സിംഗിൾ കളറാകുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു പാറ്റേണിന് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.